ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഈ ഭാസ്കരൻ എന്ന് പറയുന്ന ആള് പൂട്ടുപൊളിച്ച് അകത്ത് കയറി. എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ വാരിയിട്ടു. ഭാസ്കരന്റെ ഈ വക കലാപരിപാടികളൊന്നും അവസാനിപ്പിക്കാറായില്ലേ? എടുത്തകത്തിട്ട് പെരുമാറണോ? ഈ വീട് തന്റെയാണോ? ഇത് അമ്മയുടെ പേരുള്ള വീടായിരുന്നു. അമ്മ ഈ ഭാസ്കറിന് വീട് വിറ്റു. വീട് വിറ്റതൊക്കെ ശരി, പക്ഷെ വാടകക്കാരനും വീട്ടുടമസ്ഥനും തമ്മില് ചില വാടക നിയമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പാലിക്കാതെ ഈ അക്രമം കാണിച്ചോട്ടും ശരിയായില്ല. ഇവനെയൊക്കെ പിടിച്ച് സ്റ്റേഷനിലിട്ട് തല്ലാന്നുള്ളതല്ലാതെ വേറെ ഒരു പ്രയോജനമില്ല. താനിങ്ങി വന്നേ. ഇതൊത്തുകളിയാ. ആ രുക്മിണി നേരത്തെ ഇയാളെ കണ്ടതാ. കാശും കൊടുത്താണ്. ഇനിയിപ്പോ ഇവനെന്ത് ചെയ്യാൻ പറ്റും? വീട് വിറ്റുപോയില്ലേ? നിങ്ങളൊരു വാടകയോടെ അന്വേഷിക്കേ. അതാണോ സർ മര്യാദ? അതാണോ ന്യായമായ പരിഹാരം? അല്ലാതെ ഇപ്പൊ ഇവൻ എന്ത് ചെയ്യാൻ പറ്റും? ഇയാൾക്ക് വീട് വിറ്റുപോയി. വാങ്ങിച്ചവനാണെങ്കിൽ വീട് വാടകയ്ക്ക് കൊടുക്കാൻ തയ്യാറുമല്ല. എടാ ഭാസ്കര, ഈ മുറ്റത്ത് വലിച്ചെറിഞ്ഞിരിക്കുന്ന ഇവരുടെ വീട്ടുപകരണങ്ങളെല്ലാം ഭദ്രമായിട്ടെടുത്ത് വരാന്തയിലും സിറ്റൗട്ടിലും സൂക്ഷിച്ചു വെച്ചോണം. ദേ, ഒരു മൊട്ടുസൂചി പോലും നഷ്ടപ്പെടാൻ പാടില്ല. അവര് പകരം വീടെടുത്ത് വരുമ്പോ അത് തിരികെ കൊടുത്തേക്കണം. എന്തെങ്കിലും അഭ്യാസം കാണിച്ചാ ചവിട്ടി ഞാൻ എല്ലൊടിച്ചു കളയും. അഭ്യാസം കാണിക്കുന്നത് ഈ ഇൻസ്പെക്ടർ. ഞാൻ ചോദിക്കട്ടെ രാജു? വേണ്ട, ഒരു പ്രയോജനമില്ല. പിന്നെ അവനോട് അടിയുണ്ടാക്കി അതിന്റെ പുറകെ നടക്കാൻ എനിക്ക് നേരമില്ല. അഡ്വാൻസ് തിരികെ കൊടുക്കണോ? അഡ്വാൻസ് 20,000 രൂപയെന്ന് അമ്മ പറഞ്ഞു. ശരിയല്ലേ? ശരിയാ. അമ്മ തന്ന കണക്കാ. മുൻവാതിലിന്റെ കട്ടള ഒടിഞ്ഞിട്ടുണ്ട്. അടുക്കളയുടെ വാതില് ഒരു പാളി നശിച്ചു. ഭിത്തികളിൽ ഒരുപാട് കേടുപാടുണ്ടായി. ഷോക്കേസ് ചെതലെടുത്തു. എല്ലാം കൂടി 16,000 രൂപ നഷ്ടപരിഹാരമായി എടുക്കുന്നുണ്ട്. ബാക്കി 4,000 രൂപ അമ്മ എന്റെ കയ്യിൽ തന്നുവിട്ടിട്ടുണ്ട്. ഈ കാശ് വാങ്ങിക്കണ്ട സാർ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ദേ, ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. മനസ്സിലായോ? വാടോ. ബാക്കി 4,000 നിന്റെ കൈ തന്നെ ഇരിക്കട്ടാ. നിന്റെ അമ്മയുടെ 16 അടിയന്തരം നടക്കുമ്പോ പിണ്ടം വെക്കാനുള്ള നുറുക്കലരിയും മുങ്ങുമ്പോ ഉടുക്കാനുള്ള കച്ചത്തോർത്ത് വാങ്ങിച്ചോ.
എല്ലാം പേര് വഴിയിലായി. വീടും കൂടും ഇല്ലാതെ തേരപ്പാറ നടക്കുക. ഉഫ്, എനിക്കാണെങ്കിൽ എന്റെ സന്തോഷം അടക്കാനും പറ്റുന്നില്ല. ആ, ഒന്ന് വിളിച്ചേക്കാം. ഹലോ. പെരുവഴിയിലായി അല്ലേടി? എടി, ഈ അംബികാവർമ്മേ കൂടുതൽ കൂടുതൽ ആളി കത്തുന്ന തീയ, ഒരിക്കലും ആണയുന്ന തീയല്ല. അത് നീ ഓർത്തോ. ഇനി വരാൻ പോകുന്നതേ നിനക്കും നിന്റെ ആ അമ്മയ്ക്കും വച്ചിരിക്കുന്ന പണിയാ. അതിന് വലിയ കാലതാമസമൊന്നുമില്ല. വെച്ചിട്ട് പൂടി അമ്പിക. നിനക്കുള്ളത് ആകാശത്ത് ഉരുണ്ട് കൂടുന്നുണ്ട്. അതൊരു തീമഴയായി നിന്റെ തലയിൽ വന്ന് വീഴും. അതിന് വലിയ കാലതാമസം ഇല്ല.